നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഗവൺമെന്റ് മെഡിക്കൽ മേഖലയിൽ 100% ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പണിയെടുക്കുന്ന കുറേ അധികം ജീവനക്കാരുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ആരോഗ്യ മേഖല ഏറെ ദൂരം മുന്നോട്ട് പോയത്. അതിനെയൊക്കെ നശിപ്പിക്കാൻ സാധാരണക്കാരൻ കരം കൊടുക്കുന്ന പണം കൊണ്ട് മാസാമാസം ശമ്പളം വാങ്ങി ഒരു പണിയും ചെയ്യാതെ ഉണ്ടുറങ്ങിക്കഴിയുന്ന കുറച്ച് ക്ഷുദ്രജീവികൾ മെഡിക്കൽ രംഗത്തുണ്ട്. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നവരെല്ലാം ഒരു ഗതിയും പരഗതിയുമില്ലാത്ത സാധാരണക്കാരാണെന്നും അതുകൊണ്ട് തന്നെ അവരോട് എന്തും ആകാമെന്നും വിശ്വസിക്കുന്നവർ. ഇങ്ങനെയുള്ളവരുടെ അനാസ്ഥ കൊണ്ടാണ് ഒരു പിഞ്ചു കുഞ്ഞുകൂടി കോഴിക്കോട്ട് കൊല്ലപ്പെട്ടത്. ഈ അടുത്ത ദിവസം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പകുതി പുറത്തു വന്ന നിലയിലാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ബിന്ദുവിനെ എത്തിച്ചത്. ഇതേ ആശുപത്രിയിൽ ഗർഭചികിത്സയിലായിരുന്നു പുതുപ്പാടി സ്വദേശിനിയായ ബിന്ദു. ഡിസംബർ 13 സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പോഴും പരിശോധിച്ച ഡോക്ടർ കുഴപ്പമില്ല, എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രിയാണ് ബിന്ദുവിന് കടുത്ത വേദന അനുഭവപ്പെട്ടതും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതും. ആശുപത്രിയിൽ എത്തിയപ്പോൾ കുട്ടിയുടെ അരഭാഗം വരെ പുറത്തു വന്നിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശുപത്രി ജീവനക്കാർ ഡോക്ടറെ ഫോണിൽ വിളിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ കൈയൊഴിഞ്ഞു. മാത്രമല്ല, ഈ ആശുപത്രിയിൽ നിന്ന് യാതൊരു പരിചരണവും നൽകാതെ ഈ പാവം സ്ത്രീയുടെ അടിപ്പാവാട വലിച്ചു കീറി വയർ മുറുകെ കെട്ടിവരിഞ്ഞു. ഇതോടെ കുഞ്ഞിന്റെ തലച്ചോറിന് ക്ഷതമേറ്റു. മെഡിക്കൽ കോളേജിലെത്തിയ ഉടൻ പ്രസവം നടന്നെങ്കിലും കുട്ടി താമസിയാതെ മരണപ്പെട്ടു. എന്തൊരു സങ്കടമാണ്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബിന്ദു ഗിരീഷ് ദമ്പതികൾക്കുണ്ടായ കൺമണിക്കാണ് ഇങ്ങനെ ഒരു ദുർവിധി. കൂലിപ്പണിക്കാരായ ഗിരീഷും ബിന്ദുവും വാടക വീട്ടിലായിരുന്നു താമസം. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിന്റെ ദുർമരണം വല്ലാതെ തകർത്തു കളഞ്ഞു ഈ പാവങ്ങളെ. സ്വന്തമായി ഇത്തിരി മണ്ണ് പോലും ഇല്ലാത്ത ഇവർക്ക് കുഞ്ഞിന്റെ മൃതദേഹം പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കേണ്ടി വന്നു. 4 മാസമായി വീടിന്റെ വാടക നൽകിയിട്ട്. അതിനിടയിൽ അമ്മയ്ക്ക് അസുഖമെന്നപ്പോൾ എടുത്ത 1 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ അടവിന് മുടക്കം വന്നു. ഈ മരണത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി, DMO, താമരശ്ശേരി DYSP, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കൊക്കെ പരാതി നൽകി. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന പതിവ് പല്ലവി. സമ്പന്നരല്ലാത്ത സാധാരണ കൂലിപ്പണിക്കാരായ ഇവർക്ക് വേണ്ടി ആര് ശബ്ദമുയർത്താൻ? ന്യൂസ് ഡെസ്ക്, ചാനൽ 91.